ലാംബോക്ക് പണി കൊടുക്കാൻ വേണ്ടി ലാംബോക്ക് പണി കൊടുക്കാൻ വേണ്ടിട്ട് പോയതാ. മൊണ്ണ എന്റെ തൊപ്പിയോടെ ഈ സംഭവം കാണിച്ചത്. നീ പറ്റുമെങ്കിൽ ഇപ്പൊ കൊടുക്ക, അല്ലെങ്കിൽ പിന്നെ കൊടുക്ക. ഓക്കെ, പറ്റുമോ നോക്കട്ടെ. കളിക്കുന്ന കളിയിൽ നീ തന്നെ രാജ. എടാ നീ കളിക്കുന്ന കളിയിൽ കണ്ടില്ലേ രാജായത്. ഈ എത്ര വൈക്കലേ വഹിക്കുന്നത്, അതേ തൊട്ടി പിടിച്ച ഞാൻ എത്ര ഇതായി പോകുന്ന അറിയാം. തൊലിയെടുക്കാൻ പറഞ്ഞു. പൊട്ടാമസിന്റെ കുണ്ടിയാണ് എത്ര ജാസി ഇതിലൊന്നും നീ എടാ തളരിലൊന്നും സീനില്ല. പക്ഷെ ഞാൻ തളരുത് എന്നാണ് വിചാരിച്ചത്. പക്ഷെ നോക്കടാ, അതിന് ചെയ്യാൻ തന്നെ ഒരു മൂഡ് പോയി. നീ ഇവിടെ ഇരിക്കി നീ ഇരുന്ന മൊത്തം കൈമൊന്നും പോയിട്ടാണ്. ഗൈസ് കുഴപ്പമില്ല. ഇനി റിസ്ക് എടുക്കാനാവൂല. നേരത്തെയും പറഞ്ഞു ഓൻ ചെയ്തോളൂ പറഞ്ഞിട്ട്. ഞാൻ നിന്റെ അടുത്ത് അതാ പറഞ്ഞു, നീ പഠിക്കുക, ഓനെ കൊണ്ട് പഠിച്ചിട്ട് കാര്യമില്ല. പഠിപ്പിക്കുന്നല്ല ഞാൻ, ഇത് നെക്കിയാ മതി. പക്ഷെ പ്ലസ് എന്ന് പറയാം, അതായത് അധികം കുറയല്. ബുദ്ധിമുട്ടുള്ളതുകൊണ്ടല്ല, ഇതില് സ്ക്രീനിൽ നോക്കി സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഇങ്ങനെ കൊടുക്കാൻ പറ്റുന്നില്ല. ഇവരെ നോക്കി കൊടുക്കാൻ പറ്റുന്നില്ല. ഇതിപ്പോ ഒരു മിനിറ്റ്, പണി കൊടുക്കണെങ്കിൽ അങ്ങനെ കൊടുക്കാൻ പറ്റും. നേരത്തെ മറ്റേ ഇവിടെ വന്ന് നിന്നീന, അപ്പൊ ആ സമയത്ത് പിടിച്ചിരുത്തുകയാണെങ്കിൽ പിന്നെ ഓനാ പിടിച്ചടിക്കും. നേരത്തെ തന്നെ കഴിയുമ്പോ കണ്ണിന് അടി കൊണ്ടാ. അതിന്റെ എങ്ങനെ കൊണ്ടുവരേണ്ടത്? ചലഞ്ച് ഒന്നുകൂടെ റീസ്റ്റാർട്ട് ആക്കി പറയാം. അപ്പൊ ഇത് നീ കാണൂലേ? എങ്ങനെ എന്തെങ്കിലും കാണൂലേ? അപ്പൊ കണ്ടാ സീനല്ലേ, എന്തെങ്കിലും ആവൂന്ന് ആരോട് ഞാൻ വിചാരിച്ച് ആരെങ്കിലും ആയിരിക്കും. ഞാനതിന്റെ ഡിപ്രഷനിലുണ്ട്. മോനെ പണി പാളിക്കഴിഞ്ഞാൽ അടിച്ചു കൊല്ലോ. ഓന്റെ സ്വഭാവം നിനക്ക് അറിയാറ്റാ. എന്തെങ്കിലൊക്കെ എന്താ നീയാണ് അതിന്റെ ആള്. ഈ മന്ത് ഭാഷയെല്ലാം തുടങ്ങിയല്ലോ. എല്ലാം ഇപ്പം തന്നെ വന്നു കഴിഞ്ഞാൽ അവനക്ക് തിരിയൂലേ നോക്കുമ്പോ. എന്താ പറയാ, എങ്ങനെ ഇതിലേക്ക് എത്തിക്കാന്ന കാര്യം പറ. അപ്പൊ ഗൈസ് അതന്നെ. അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ നമ്മൾ മങ്കി കയറാൻ പോവാണെങ്കിൽ നമ്മൾ ഇതിലൊന്നും തളരാൻ പോകുന്നില്ല. 3 ലൈവ്, ഇനി 10 ലൈവ് ഇടേണ്ടി വന്നാലും നമ്മൾ ലൈവ് ഇടും. അത്രേ ഉള്ളൂ. ഇനി അടുത്ത ലൈവ് കറക്റ്റ് ആക്കി ഞാൻ നോക്കി ചെയ്യും. അതിലൊന്നും നിങ്ങൾ പേടിക്കേണ്ട ആവശ്യം ഇല്ല കേട്ടാ. റാംബോ എന്ന് വെച്ച് കഴിഞ്ഞാല് റാംബോ പരിപാടി ആവൂല. ഹലോ ദിസ് ഏതാ കൊടുക്കണ്ടേ? ഇത് പറ, ഇതിലേതാ കൊടുക്കണ്ട? അലോദിസ് ഏതാ? ആവൂല. കാരണം വെച്ചാൽ ചലഞ്ച് പൈസ അങ്ങനെയല്ല. പൈസ കുറെ കാണിച്ച്, പക്ഷെ കാണിച്ചോണ്ട് എന്ത് കാര്യോ? എന്താക്കി കണ്ടോ. ഈ പണി എങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ, ഹലോ വാട്സ്ആപ്പ് പോയാ ആദ്യം ഇത് മാറ്റടാ തെണ്ടി. എന്ത് സൈഡ് സ്ക്രീൻ ഹലോ Hello? What's your Oh name? my god, no, it's True Back. What is your name? It's True Back, the black version. True Back is black. What's your name? The eye. Look at his eyes. What is wrong with your eyes, sir? What is wrong with your eyes? ഇതെന്താ ഇവിടെ പൊള്ളിയതിപ്പോ? എന്താ ഏതോണ്ട് ഇതെന്താ ഇല്ലേ? ഇതാരോയിച്ച തൊലി ഇളവിയ തോന്നണ്ട. നിർത്ത്. ഒരു മിനിറ്റ് കാണിക്ക്. ഇല്ല കൊടമയില്ലേ എന്തോ വീണ്. ഇങ്ങനെ ഇരിക്കേ. എന്തായത്? നോക്കട്ടെ. ഇല്ലടാ നാളെ കാണിക്ക് സാധനം നോക്കട്ടെ. എന്ത് സാധനം? എന്താ മുട്ടുകുത്തിക്ക് നോക്കണോ? എന്തായത് അറിയില്ല. എടാ മുട്ടുകുത്തി നിക്ക് നോക്കട്ടെ. അല്ല നിക്ക്, അതുകൊണ്ടല്ല. ഇതെന്താണ്? ഡയറി മിൽക്കാ? എന്താന്ന് അറിയണ്ടേ? നോക്ക്. ഇത് മരവിച്ചു പോയി. എന്താ കാല് ഉളുക്കിയതാ? ഉളുക്കിയോ? അല്ല, എന്താ മരവിച്ചേ? എന്താ സംഭവം? എന്റെ ചന്തി മരവിച്ച്. എന്താ രക്തോ? മാറ്.
നീ ഒന്ന് കൊടഞ്ഞ കാലൊന്ന് കൊടഞ്ഞ ഒന്ന് കാലൊന്ന് കൊടഞ്ഞ എർത്തടിക്കണക്ക് കാണിക്ക് നീ ഇവിടെ ഇരുന്നേ ഒന്നിരുന്നേ ഇരിക്കേ എടാ ഇതെന്തോ ആണ് മയിലേ ഇതെന്തോ ഇതൊന്നുമില്ല നീ ഇങ്ങനെയൊക്കെ നോക്കട്ടെ എടാ നോക്കട്ടെ റാമ്പോ നോട്ടെ എന്താ സംഭവം എടാ നോക്കടാ നോക്കിട്ട് എന്തെങ്കിലും പറയടാ നാറികളെ നിക്കേ വെളിച്ചെണ്ണ ട്രൗസർ ഒട്ടിപ്പോയി അങ്ങോട്ട് നിക്ക് വെളിച്ചെണ്ണ എടുത്തോ വെളിച്ചെണ്ണ എടാ നാറി എന്തെങ്കിലും തേര മരുന്ന് പുണ്ടേ ഒരു മിനിറ്റ് ഇരുട്ടാണേ ഇരുട്ടാ ടോർച്ച് അടിച്ച് നോക്കടാ ഫ്ലാഷ് അടിച്ചാ എടാ സത്യോട്ട് വയ്യട നീറട്ടാ ഒരു മിനിറ്റ് നമുക്ക് പൊള്ളിക്കഴിഞ്ഞാൽ തൊലി അടക്കം പോകും പ്ലസ് കിക്ക് ഒഴിച്ച് ഇതെന്താണ് ഇത് നടുക്കള കളിക്കല്ലേ സീരിയസ് ആയിട്ട് കളിക്കല്ലേ എന്തെങ്കിലും ചെയ്യണം ഉണ്ടേ പൊട്ടാമസിന്റെ കുണ്ടി ഇത് വരുന്നില്ല വരുന്നില്ലെന്നാ ഒരു മിനിറ്റ് എടാ കാര്യം ഒന്നുമില്ല അത് സൈഡിലേക്ക് കുണ്ടീന്റെ ഉള്ളിൽ കുറച്ച് കഴിച്ചോ എന്താ അത് വെളിച്ചെണ്ണ എടാ അത് ഒട്ടിപ്പിടിച്ച് അത് പോണെങ്കിൽ അങ്ങനെ ചെയ്യണോ എന്തോ നിന്റെ തൊലിയുമെന്തോ ഒട്ടിപ്പിടിച്ച പോലെയുള്ളേ നോക്കട്ടെ അത് നോക്കട്ടെ നീറാണ് സത്യമായിട്ട് നീർക്കെ എടാ ഇവരെന്തെങ്കിലും ഒരു കൊള്ളിയോ കത്തിയോ അങ്ങനത്തെ കൊള്ളിയെ കത്രി എടുത്തിട്ട് പപ്പടോ കുത്തിയെടുക്കാം പുണ്ടച്ചു മോനെ അല്ല അധികം നോക്കട്ടെ വയറ്റിൽ നോക്ക തൂറിയാ എടാ പുണ്ടച്ചി മോനെ കളിക്കല്ലേ ഒരുത്തന്റെ കുണ്ടിക്ക് മറ്റം സീരിയസ് ആയിട്ട് ഇത് സീരിയസ് ഒട്ടിപ്പോയടാ മൊത്തത്തില് അഷ്പാക്കിനെ കൊല്ലുപോലും ഹാപ്പി ബർത്ത്ഡേ ടു യു ഹാപ്പി ബർത്ത്ഡേ എടാ നീളം കൂട്ടല്ലേ അതിന്റെ നീളം കൂട്ടല്ല വരന്റെ നീളം കൂട്ടല്ലേ എടാ നാറി വേദനിപ്പിക്കാതെ അതിന്റെ ഇടക്ക് പാളിയൊന്നും ഇടല്ല റാമ്പോ എടാ അസ്പാക്കെ കളി പറയാനുള്ള കാര്യമല്ല നീ സീരിയസ് ആയിട്ട് അത് എങ്ങനെയെങ്കിലും ഊരിയറാ നീന്ന് വെള്ളം അതിന്റെ ഉള്ളിൽ പോയേക്കല്ലേ യാ റബ്ബേ എന്റെ മോനെ എന്താണിത് ഇവനൊക്കെ പഠിക്കുന്ന ബ്രഹ്മയോഗം സീരിയസ് ആയിട്ട് വേദന എടുക്കണ് പിടിച്ചിട്ടാ എടാ പയ്യ അറുത്തറാ എടാ സീരിയസ് ആയിട്ട് ഒരു കാര്യം പറഞ്ഞ ഇത് ആര് ചെയ്തതാണെങ്കിലും തെണ്ടിത്തരമാണ് ഈ ചെയ്തത് എടാ നമ്മളറിയില്ല എന്താ പറയുന്നേ ആ കസാര ഇവിടെ ഉണ്ടായി ഇത്ര നേരം പിന്നെ ആ കസേര എന്തിനു ഊമ്പിയ കസേര കൊണ്ടിട്ടേ എന്താ ഇത് ഒറ്റടി എടാ ജട്ടി അതീന്ന് അറുത്തറാ നീ വിചാരിക്കുന്ന പോലെയല്ല ഇത് ചേർന്ന് ഒട്ടിട്ടാണുള്ളത് ചേർന്നോട്ടാ ഇതൊന്ന് സയാമി സരട്ടെ മയിലേ ഒരു മിനിറ്റ് ഷട്ടിക്ക് കീറട്ടാ നടുക്കുന്ന് കീറട്ടാ ടോർച്ച് അടിക്കും കത്തിരി കണ്ട സീരിയസ് ആയിട്ട് ഞാൻ ഒരു കാര്യം പറയണേ എന്ത് എടാ ഞാൻ എന്താക്കി റാമ്പോ ഞാൻ എന്റെ ലൈവ് മൂന്നാമത് അവിടെ തുടങ്ങുന്ന ഒരു സാഹചര്യത്തിലല്ലേ എന്താ പറഞ്ഞ ഞാൻ ചെയ്താ ഞാൻ ചെയ്താ ഒരു കാര്യം ചെയ്താ ഇത് ഇളക്കാൻ വേണ്ടിട്ടല്ലേ ഇത് രണ്ട് പിടി ഇത് എടാ ഇങ്ങ് ഇത് പിടിയാ ചെക്കന്റെ കുണ്ടീന്റെ ഉള്ളിൽ അങ്ങ് ആണ് ഒട്ടിയിരിക്കണ്ട അവിടെ ഞാൻ എടാ എന്റെ കുണ്ടിന്റെ നിറകത്തിലെ കയറിപ്പോയത് തീട്ടനി ലോകത്തോടെ വിട പറഞ്ഞാല് തീട്ടൊന്നും വരില്ല മോനെ ഓ ഷഡ്യ അങ്ങനെ അങ്ങനെ നീ 100 രൂപയുടെ ഷഡ്ഡി വാങ്ങീനി 100 രൂപയുടെ ഷഡ്ഡിയാ അതിന്റെ മോനെ നിക്ക അങ്ങോട്ട് നിക്കുന്നാല് ഇതെന്താ റെഡിമേഡ് ഷോപ്പാ ഞാൻ ആവശ്യത്തിന് കീറി എടുത്ത് കൊടുക്കാൻ വേണ്ടിട്ട് ഇതെന്താണിത് അവിടെ ഒരു ഷഡ്ഡിയാ ഇത്ര നിങ്ങളാ യാ റബ്ബേ ഇത് പള്ളിയിലെ സ്ഥാനം തലയെക്കെട്ട് കളിയുണ്ടല്ലോ നിനക്ക് ദൂരണ്ടാ അടുത്ത സ്ട്രൈക്ക് വരുമ്പോ
ഒരു മിനിറ്റ് അതിന്റെ മക്കളെ നീയൊക്കെ ഉണ്ടല്ലോ. എടാ, എന്താക്കാന്? നീ നിക്ക് ഇത് വലിക്കട്ടെ ഇരിക്ക്. നീ അപ്പുറത്ത് നിന്നിട്ടാക്ക്. ഒരു മിനിറ്റ് ഒന്ന് ഇതാക്കിയ ഒന്നാക്കി സീരിയസ് ആയിട്ട് ഞാൻ ഒരു കാര്യം പറയാമേ. ഇത് നിന്റെയൊക്കെ അവസാനത്തെ സഹായിക്കുന്ന റാബോ നീ മാറില്ല. നീ എന്താ ഇത് എന്താ അല്ല ഈ മേരിക്കണ്ട ഇത് ഓന്റെ ബേക്കിൽ പശുണ്ട്. ആ പശു എന്റെ അണ്ടി മടങ്ങി എന്റെ മൂലത്തിൽ കയറി ഒട്ടിയിരിക്കണം തോന്നണ്ട പയ്യെ. അത്രയും വേല എടുക്കുന്നത്. എന്റെ അണ്ടി തന്നെ മടങ്ങി എന്റെ മൂലത്തിൽ ഒട്ടിയിരിക്കണം അത്രയും. ഇതെന്താ ഇത്? രാമൻ സീരിയസ് ആയിട്ട് ഒരു കാര്യം ഇതെന്താ പമ്പ് സെറ്റ് ഇത്രയും വലുതും ഒടുങ്ങിട്ടാനും ഇങ്ങനെയുള്ളതാ ബോക്സറാ? ഷഡ്ഡി ഇങ്ങനെയാണോ കോണോന് പോലെയാണോ ഇല്ലെങ്കിൽ ബോക്സർ പോലത്തെ ആണോ? അതിന്റെ കുണ്ടീന്റെ ഉള്ളിൽ പാവാട പോലത്തെ സാധനം. എടാ ഇത് അഷ്ബാക്ക ഇതടാ ഇത് നോക്കട്ടെ ഇതൊക്കെ പശയായിട്ട് ഉറച്ചോടാ. പപ്പടം പോലെ ഇത് സത്യം. ഇത് എന്താ ചെയ്യുന്ന നീക്ക? ഒരു മിനിറ്റ് സീരിയസ് ആയിട്ട് എന്നോട് കാണാൻ പറ്റേ. ഇതെന്ത് ഷഡ്ഡിക്ക് ഇത്ര വലിയ ബോക്സർ ഇത്ര വെളുപ്പില്ല. ഇത് മുട്ടോലുള്ള ബോക്സർ പിന്നെ ഇത്ര സാമാനം കട്ടിയല്ലേ? സാമാനം കട്ടിയാണ് മാറി. സോറി ഞാൻ ചെയ്യുന്നില്ല. നീ ചെയ്ത എടാ ഇതിന്റെ നടുഭാഗത്തുള്ള എങ്ങനെ കിട്ടിയ? നീ അധികം പറയണം. നീ ഇവൻ കാര്യം മൊത്തം ഉണ്ടായത് നീ ഇവിടെ ആദ്യം രണ്ടാമത്തെ ലൈവ് നോക്കിയല്ലേ? കൊടുത്തേക്കണം മുണ്ടിങ്ങതാ. കൊടുക്കേ 108 വിളി. എനിക്കിപ്പോ എന്തെങ്കിലും പറ്റും. ഫയർഫോഴ്സിനെ വിളിക്കാൻ തലയെ കമ്പിക്കകത്ത് തല കുരുങ്ങിയതല്ല. എന്റെ അണ്ടിയും മൂലവും കൂടെ ഒന്ന് അല്ല 108 എന്ന് പറഞ്ഞ ഫയർഫോഴ്സ് അല്ലേ? ഫയർഫോഴ്സിനെ വിളിച്ചാലോ? എന്താണ് അഭിപ്രായം? കാരണം ഓനെ ഇത് കുണ്ടീനുള്ളിൽ അണ്ടി കുടുങ്ങിയിട്ട പോലുള്ള അപ്പൊ ഒന്നും ചെയ്യാൻ പറ്റൂല. ഒന്നും ചെയ്യാൻ പറ്റൂല. കാരണം ഇത് എന്റെ പൊന്നു മോനെ ഇത് ഭയങ്കര ഡേഞ്ചർ. ഇത് ഭയങ്കര ഡേഞ്ചറാ. എന്താ ഇത് നീ പറയുന്നത്? ചെക്കന്റെ കുണ്ടീനുള്ളിൽ അല്ല വെളിച്ചെണ്ണിട്ട് നീട്ടി വലിക്കാൻ പറ്റും. എന്താണ് എന്തെങ്കിലും ഒരു അധ്യായം പറഞ്ഞുതരാം. എന്തെങ്കിലും ഒന്ന് പറഞ്ഞുതരാം. നീ ഇരിക്കല്ല പ്ലീസ്. ഓവർ നായിന്റെ മക്കളെ ഒരു ഡേഞ്ചർ കാര്യം നടക്കുമ്പോ ഓവർ എന്നുള്ള ഒരു സാധനം ചാറ്റിൽ വന്നേക്കല്ലേ. ഇവിടെ മറ്റേ കോമഡി ഉത്സവമല്ല നടക്കുന്നത്. ചെക്കന്റെ ഡേഞ്ചർമാരമായ അതായത് ചെക്കന് ഇനിയും പിന്നെ മംഗലെല്ലാം കഴിക്കേണ്ട ചെക്കൻ അവിടെ പോത്തിനറക്കാൻ കോഴി വലിക്കാൻ പറയുന്നു മമ്മു. ആ വിളിക്കട്ടെ റാം. ആരെയും വിളിക്കട്ടെ. കത്തി ഇതാക്കിക്കല്ല റാമു വിളിക്കട്ടെ. സൈഡിൽ വെച്ചാ കത്തിയും കൊണ്ട് സീരിയസ് ആയിട്ട് എന്താ അറിയില്ല. പള്ളിയിൽ ഒരു മമ്മു ഇത് രണ്ടാളെ കൊണ്ട് ആവൂല. ഒന്ന് പിടിച്ചാ പറയുന്നൊന്ന് കേക്ക്. എന്താണ് പോത്തിനറക്കുന്ന? നീ ഇരിക്കല്ല ഇരുന്നാലാവൂല. ഇരുന്ന വലിച്ചൂര് സോഫമേലൊട്ടൂല. എടാ ഷഡ്ഡി മാത്രമേ എടുത്തുള്ളൂ. ആ ടൗസർ മേൽ ഉണ്ടാവൂടാ. ഒട്ടിയിരിക്കണേ ഇവനാണേ മമ്മുവാണേ. ഞാൻ ബലിക്കാൻ നോക്കിയത് ഡേഞ്ചർ ആയിട്ടില്ല. ഇല്ല റാമോ അത് ഉള്ളി കേറിയിട്ടുള്ളത്. അതിന്റെ നിരമ്പം ഒടിഞ്ഞെന്ന് തോന്നുന്നു. ഞാൻ ഒരു കാര്യം പറ്റേ ഞാനറിയില്ലേ ഇവര് എന്ത് പറഞ്ഞാലും എന്റെ തലമേലിടണ്ടേ. 108 എന്താ? 108 ഞാൻ വിളിച്ചോളൂ. പോലീസാറൊന്നല്ലോ. അടുത്ത കേസൊന്നും എടുക്കാൻ പറ്റൂലേ. ഫയർഫോഴ്സ് അല്ലേ? ഇങ്ങനെ പറഞ്ഞാൽ മതി. സാർ അത്ര വലിയ പ്രശ്നമൊന്നുമില്ല. റാംബോന്റെ അണ്ടി കുണ്ടി കുടുങ്ങി എന്ന് പറഞ്ഞാൽ മതി. അതൊന്നും എടുക്കണം. 180 ആ 150 അല്ല 150 ആയിരിക്കും വിളിക്കുക. 108 പൊട്ടാ 110 108 ഇതാ ലക്ഷ്മി ആരാ? ഞാൻ പറഞ്ഞേക്ക് എന്താ ഇൻസ്റ്റാഗ്രാമിലാ തന്ന 108. ഇല്ല വേണ്ട ഞാൻ പറഞ്ഞേക്ക്
വേണ്ട കൊടുത്താ വേണ്ട 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 സർവീസ് വേണ്ട വേണ്ട നിങ്ങളെന്നെ വിളിക്കണം അല്ല, എന്റെ പൊന്നു റാമോ, നീ ഇന്ന് ഉറങ്ങൂ. നിന്റെ ആസനത്തിന്റെ ഉള്ളിൽ എന്റെ അണ്ടി എത്തിക്കണം. ഇവരെ ഇവിടുന്ന് മാറ്റണം. ഇത് രണ്ട് ഇവര് രണ്ടാളും ചെയ്തത് എന്റെ കുണ്ടിക്ക്. ഞാൻ ചെയ്തില്ല. ഇവന്റെ തലയിലിടുന്ന ഇവൻ എന്റെ തലയിലിടുന്ന ഞമ്മളല്ല. എടാ പിടിക്കാതെ നിങ്ങൾ ഇങ്ങനെ ചെയ്തോ? പക്ഷെ ഒരുത്തന്നെ അണ്ടി കുണ്ടി കയറ്റിട്ടല്ല നിങ്ങൾ ഇങ്ങനത്തെ പണി എടുക്കണം കേട്ടോ. പിന്നെന്താ ചക്കന ആസനത്തിലാ കയറിയത്. ഇതിലെ ഭയങ്കര ഇതെന്താ എന്താ ഇത് സ്ക്രിപ്റ്റ് എന്താ ഇത് ഇവിടെ നാടകം കളിക്കുന്ന സ്ക്രിപ്റ്റ് എന്ന് പറയാ. ഉപ്പും വെള്ളം എന്തായത് കോയിനെ പൊരിക്കുന്നുണ്ട്. ആ മണ്ണെല്ലാം തേച്ചിട്ട് ഉപ്പും മുളകെല്ലാം പരട്ടെ. എന്താ ഇത് വലിച്ചെടുക്കാൻ. അതാ ഞാൻ പറഞ്ഞത്. ഞാൻ ഒരു കാര്യം പറ്റേ അതല്ല അത് വലിക്കല്ലേ അത് വലിക്കല്ലേ ഇത് വടംവലിയല്ലടാ പുണ്ടച്ചി മോനെ. ആടിത്രി 19 അങ്ങനെ വടംവലിയാണ്. ഞാൻ കാര്യം പറ്റേ നെയ് വീട്ടിലൊരു ബലിയുണ്ട്. ഞാൻ പറഞ്ഞു ആ ഒരു സാധനം ഞാൻ പറഞ്ഞാണ് ഈ നിക്ക് ഞാൻ ഒരു കാര്യം പറഞ്ഞ പക്ഷെ ഒറ്റ അടിക്ക് ഇത് ചെയ്യണം. ഒറ്റ അടിക്ക് ഇത് ചെയ്യണം. ഞാൻ ചോദിക്കുന്നത് ഈ ടൗസർ അയിമ നല്ല ഒട്ടിക്കുന്നുണ്ടാ? നിക്ക് എടാ സത്യമായിട്ട് ഞാൻ പറയാണ്. എന്റെ അമ്മ സത്യമായിട്ട് ഞാൻ പറയാണ്. എനിക്ക് നല്ല വേദനയുണ്ട്. ഇതിന് ശേഷമുള്ള പിന്നെ പറയാം നമുക്കിത് സൊല്യൂഷൻ. ഞാൻ പറഞ്ഞേക്കെ അല്ല ഇവരെന്നെ ചെയ്യട്ടെ. കാരണം ഇവരാ നിന്റെ പണി. ആര് ഞാൻ നിന്നെ പറ്റി പറയൂട്ടോ. നിന്നെ പറ്റി ഞാൻ പറയാം. ഇവിടെ ഇരി അതീ വലിക്കല്ലേ അതീ വലിക്കല്ലേ. പൊന്നു സ്നേഹിതകളെ, ഞാൻ ഇതിലൊന്നുമില്ല. ഇവരല്ല പണി കൊടുത്തത്. കിക്ക് മമ്മ അതിന്റെ മോനെ ഞാൻ ഇവിടെ വന്ന് ചെയ്തത് കിക്ക് മമ്മ ഇറക്കാൻ വേണ്ടിട്ട്. നിങ്ങൾ എനിക്ക് വേണ്ടി ഒരു സഹായം ചെയ്യും. നീ പറ ഞാൻ ചെയ്യാം. ഇത് താഴോട്ട് ഈ നിക്കർ ഉണ്ടല്ലോ ഈ നിക്കർ പിടിച്ച് രണ്ടുപേരും ഇതിലും കൂടെ പിടി. ഇതിലും കൂടെ പിടി. എന്നിട്ട് താഴോട്ട് ഒരു വലി ഒറ്റ വലി. ഞാൻ പറയുമ്പോ റെഡിയാ? ഇല്ല റെഡി കണ്ടിട്ടാ? ഇല്ല ഞാൻ പറയാം. എന്താ കുറി പൊട്ടിക്കല്ലോ? ഒന്ന് വേഗം പറ. പെട്ടെന്ന് അടിക്കല്ലേ. എനിക്ക് അത്രയും വേദനയുണ്ട്. എന്നിട്ട് എന്റെ അടുത്ത് മറ്റേ തന്തയില്ലായ്മ എന്റെ അടുത്ത് പറഞ്ഞോണ്ടല്ലോ. നീ ചെയ്ത എത്ര കഷ്ടപ്പാടിന് അനുഭവിച്ചോണ്ട് പണി തരാൻ ഇതീ വലിക്കല്ലേ വേറൊന്നുമില്ല. ഇതീ വലിക്കല്ലേ മമ്മൂ ഞാൻ കൊല്ലും. നീ പറയുന്നോളെ ഞാൻ ചെയ്യും. എന്താ ഞാൻ ചെയ്യേണ്ടത്? നിന്നെ അണ്ടി പിടിച്ച് വലിക്കണം. ഇതീ പിടി. സീരിയസ് ആയിട്ട് മമ്മൂ കൊണ്ടേ ഒറ്റ വലി 1 2 3 സ്റ്റാർട്ട്. പെണ്ണുങ്ങന്മാരെ തട്ട. ഞാൻ ആദ്യമായിട്ട് ഇങ്ങനത്തെ ഷഡ്ഡിയാണെന്ന്. ബോക്സർ പോലെ ഇത് മനുഷ്യന്റെ ഷഡ്ഡിയാണിത്. ഇത് കാട്ടാക്കടവ് മംഗളത്തിന്റെ പന്തല. ഇത് കാട്ടാക്കട പന്തലല്ലേ ഷഡ്ഡിയാക്കാൻ തുടങ്ങിയത്. എന്താ ഇത്? യാ റബ്ബേ. പിന്നെ മൂന്നൊക്കെ ചെറിയ ജനിച്ച 3 കുട്ടിയൊക്കെ നല്ല കുപ്പായി അടിക്കാം. നിക്കറൊന്നും മനസ്സിലായി. പക്ഷെ നമുക്ക് ഇത് കണ്ടല്ല ഇത് ചെയ്തത് നിങ്ങൾക്കറിയാലോ ഉള്ള സത്യം ചാറ്റി പറ. നിങ്ങൾക്കറിയാലോ കാര്യങ്ങള്. റാംബോ റാംബോ ഞാൻ ഉള്ളൊരു സത്യം പറയട്ടെ. ഇവന്മാരാന്ന് എനിക്ക് പണി തന്നെ. അനക്കറിയാം. കൂസലില്ലാത്ത എനിക്കിപ്പോ ഇതിലെ എനിക്കിപ്പോ ഇതിൽ ഒന്നും പറയാൻ പറ്റുന്ന ഒരു അവസ്ഥയിലല്ല ഞാൻ. ഇറുക്കൂല്ലേ? ഇറുക്ക പൊട്ടിയാ ചെറുതായിട്ട് ഞാൻ എടാ മറ്റേ കോട്ടിയില്ല അതൊന്ന് കുറച്ച് സമയത്തേക്ക് കൂടുതൽ കിട്ടോക്ക്. ഗ്യാസ് എത്തിച്ചോ കുഴപ്പമില്ല. മമ്മു എന്താന്ന് മമ്മു എന്താ ചെയ്തത്? മമ്മു ആണ് നായിന്റെ മോനെ. നിങ്ങളോട് ദേഷ്യമുണ്ട്. ഒന്നാമത് ദേഷ്യമുണ്ട്. കാരണം നീ എന്റെ പ്ലസ് 2 എനിക്ക് നല്ല വിഷമായിട്ടുണ്ട്. കാരണം ഒരു മനുഷ്യന് പിന്നെ ഇല്ല എനിക്ക് ആ ദേഷ്യം ഇപ്പം തീർത്ത്. ആ ദേഷ്യം റാമോ ഞാൻ തീർത്തില്ല. അല്ല എന്റെ മമ്മാണ്. എന്താ ഇത് മക്കളെ? ഇതെന്താ ഇത് മമ്മു എന്നുള്ളത്? മമ്മു ഞാൻ എന്താ ചെയ്തത്? എന്ത്? ഞാൻ ഒരു കാര്യം പറയട്ടെ. ഒരാളുടെ അതായത് ചങ്ങായിന്റെ കുണ്ടി ഞാൻ ബോധം കെട്ടുപോകാത്ത
ഭ്രമയുഗില്ലേ മമ്മൂട്ടിന്റെ പടം അത് ആടുന്ന ഷൂട്ട് ചെയ്ത് നമുക്ക് നല്ലൊരു സംശയമുണ്ട്. കാരണം നല്ലൊരു ലൊക്കേഷനായിട്ട് നമുക്ക് തോന്നിയത്. കാരണം അത്രയും ഫ്ലാഷ് അടിച്ചിട്ട് പോലും കാണുന്നില്ല. ആ സത്യമായിട്ട് മൊത്തം കാട് വളർന്നു. അനക്കൊന്ന് മമ്മൂട്ടി പാടി 1946 കാലഘട്ടങ്ങളിലും അപൂർവമായി കണ്ടിരുന്ന ഒരു പ്രത്യേക കാരണം ഇത് പല പടങ്ങൾ ഞാൻ കണ്ടതാണ് ഫ്ലസ് കിക്ക് കയറാൻ കാരണം അല്ല അത് ജീവിതത്തിലൊരു കാര്യം പറട്ടോ, ബ്രഹ്മോഗി അവിടുന്ന് ഷൂട്ട് ചെയ്ത് ഇപ്പൊ പറഞ്ഞു നിന്നെ പറ്റിയിട്ട് നിന്റെ അച്ഛൻ ഉണ്ടല്ലോ പുണ്ടച്ചി മോനെ. നിനക്കൊന്നും പറയാനില്ല, നിനക്കൊന്നും പറയാനില്ല അമ്മോ. എന്താ പറഞ്ഞ ബ്രഹ്മയുഗ ഷൂട്ട് ചെയ്യില്ല. ബ്രഹ്മയുഗ ഷൂട്ട് ചെയ്തത് കോഴിക്കോട് ബീച്ചിലാണ്. ഊമ്പിത്തരം ചെയ്യില്ലട്ടാ. ഒരുമാതിരി കൂട്ടത്തിൽ നിന്നിട്ട് ജാസ്തി ഊമ്പിക്കല്ല കേട്ടിനാ. ഞാൻ ഇപ്പളെ ഞാൻ നീ അവനെ പറ്റി പറഞ്ഞല്ലോ, നീ പറയുമ്പോ പ്രശ്നമല്ല. എന്ത് കൊടുത്തു കൊടുത്ത ആ ജാസ്തിയാന്ന് എല്ലാത്തിനും കരക്കണം. അതിന്റെ മോനെ കാര്യം ഞാൻ പറയാം, ആരെ പറ്റിക്കാനായിട്ടായാലും ഇത് ചെയ്യല്ലേ, ഇത് ചെയ്യല്ലേ. മറ്റേ റാംബോ ഓവർ, റാംബോന്റെ അണ്ടി ബലിതെന്ന് പറഞ്ഞ പുണ്ടച്ചി മക്കളടുത്താണ് ഞാൻ ഇത് പറയണത്. ഇത് ചെയ്യല്ലേ. ഞാൻ കയറി ഇരുന്നപ്പം എന്റെ അങ്ങോരെ കത്തിപ്പോയി. സൈലൻസർ, ചൂട് സൈലൻസറിൽ കയറി ഇരിക്കുന്ന കണക്കാണ് എനിക്ക് എന്റെ കുണ്ടിക്ക് പറ്റിയത്. ഞാനൊരു കാര്യം പറയാം, ഞാൻ ആശുപത്രി പോണ്, ബാക്കി എന്താന്ന് വെച്ചാൽ നോക്കി. ആര് തിരികെത്തിയാലും 3 ലൈവ് ഇവിടെ തീരും. നീ ആലോചിച്ചോ, ഈ വീട്ടിൽ നിന്ന് ഞാൻ കാണിച്ചു തരണം പുണ്ടച്ചി മക്കളെ. സമാധാനായില്ലേ? നീ എന്താ നമ്മളെ മാത്രം പറയുന്നു? നീയില്ലേ, നീ ഇപ്പൊ അവനെ പറ്റി നല്ല പറഞ്ഞല്ലോ. ഇനി മുതൽ ഒരു കാര്യം പ്ലാൻ ചെയ്യുമ്പോൾ നിന്നെ കൂട്ടൂലട്ടാ. ഒരുമാതിരി ഒറ്റ കൊടുക്കുന്ന പരിപാടി. പിന്നെ ഞാൻ ഒറ്റ കൊടുക്കാം, നമുക്ക് ദേഷ്യമുണ്ടാ പറഞ്ഞത്. പക്ഷെ ഞാൻ അതൊന്നല്ലേ പറയുന്നട്ടാ. അതിന്റെ ഇടയ്ക്ക് ബടി കൂട്ടടാ നായിന്റെ ഞങ്ങക്ക് ഇതുണ്ട്. കാരണം ഓനിക്ക് ഇന്നലെ മുതൽ ലൂസ് മോഷൻ ഉണ്ട്. അതിന്റെ ഇടയ്ക്ക് തോറിപ്പോയി. ഇതെടുത്തിട്ടൊന്ന് ഹാൻഡ് വാഷ്. എന്നാല് ചങ്ങായി എന്താണ് ഇങ്ങനെ നായിന്റെ മക്കളെ ചാറ്റിൽ എന്റെ മമ്മുവാണ്. ഞാൻ എന്ത് സ്ക്രിപ്റ്റ് ആടാക്കി നീ? എടാ ഞാനില്ലല്ലോ, ഞാനല്ലട്ടാ മമ്മ. ഇവനല്ല തുടക്കട്ടെ. ഇവൻ എന്നോട് ചെറിയ പറഞ്ഞു, മമ്മ പറഞ്ഞു ഈ പണി കൊടുത്താൽ മതി. ഫയർഫോഴ്സ് ആടാ പ്രതിരോധിക്കാൻ. ഞാൻ വിളിച്ചു. കാരണം എന്താ, ഒരു ചെക്കന്റെ അതായത് റാംബോ എന്ന് പറയുന്ന ശരത്തിന്റെ കുണ്ടിയിൽ അണ്ടി കയറി എന്നുള്ളൊരു വാർത്ത നാളെ എടാ ഞാൻ വിളിച്ചു ചോദിച്ചപ്പോല്ലടാ എന്തൊരു പുക അങ്ങനെ വാർത്ത നാളെ ഒരു വാർത്ത അങ്ങനെ വന്നില്ലെങ്കിൽ നദിയിലേക്ക് ആദ്യമായിട്ട് വെള്ളമൊക്കെ വരുന്നല്ലോ. അതെ യാറപ്പ ഞാൻ വിചാരിച്ചത് എന്താ മറ്റേ മുല്ലപ്പെരിയാർ പൊട്ടിയത് എന്താ ഇങ്ങനെ ഒഴുകിയെന്ന്. ഇങ്ങനെ ഒഴുകിയ ലൂസ് മോഷനോ ഫ്ലസ് കിക്കിന്റെ എല്ലാം ഒഴുകിയത്. പക്ഷെ ഞാൻ നിങ്ങൾ ചെയ്തത് ഭയങ്കര ശറ്റത്തിലായി. ഞാൻ വിചാരിച്ച പണി കൊടുക്കും. നിങ്ങൾ ചെറിയൊരു സംഭവം ശരി മോശം അടിയുള്ളൂ. ട്രോഫി ഈ സാധനമില്ലേ കുറച്ച് കട്ടിയുള്ളതാണ്. അപ്പൊ ഈ പ്ലാസ്റ്റിക് കസേരയിൽ ഇരിക്കുമ്പോ കസേര ഒട്ടുന്നാ വിചാരിച്ചത്. ഇത് ഫ്ലക്സിക്ക് മൊത്തം ഉള്ളിൽ കയറിപ്പോയി. നിങ്ങൾ ശരിക്കും നിങ്ങൾക്ക് വല്ല ഒന്നും അറിയാത്ത പോലെ പറയുന്നില്ല. കുറച്ച് മുളക് പൊടിയും മഞ്ഞപ്പൊടി മുളക് പൊടി ഇട്ടാലും സീരിയസ് ആയിട്ട് മുളക് പൊടി ഇട്ടാലും കുണ്ടിയിലങ്ങ് കുറച്ച് മുളകങ്ങ് തേച്ചാലും ഒരു കുഴപ്പമില്ല. പുളിക്ക് അയക്കാനും കുഴപ്പമില്ല. പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ അവന്റെ തീട്ടം തരുന്നത്. ഇതിപ്പോ കണ്ടിന ആരും. എടാ എന്റെ ഒരു ഡൗട്ട് എന്താ അറിയോ അമ്മു, ഇനി എനിക്ക് സാധിക്കാൻ പറ്റുമോ? ഇനി എനിക്ക് സാധിക്കാൻ പറ്റുമോ? വെച്ചാല് നമ്മളെ ഈ കീറുള്ള ഭാഗമില്ലേ, കീറുള്ള അതിനുള്ളിലേക്ക് കേറി. അപ്പൊ ഇനി തുറക്കാൻ കഴിയുമെന്നുള്ള കാര്യത്തില് ഡൗട്ട് ഉണ്ട്. അതാണ് ചൂടായിട്ട് പോയത്. പക്ഷെ ഞാൻ നല്ലോണം ശ്രമിച്ചിട്ടുണ്ട്. കാരണം ഞാൻ സഞ്ചിയെല്ലാം എടുത്ത് പിന്നെ അല്ല സഞ്ചി കഴിയുമ്പോ പിടിക്കാനില്ല. മൊത്തം മുട്ടിയിട്ട് തൊട്ട നീ ഐസും കട്ട ഫ്രീസറിൽ വെച്ച പോലെ. ചെക്കൻ പോട്ടെ, ചെക്കൻ ഹോസ്പിറ്റൽ പണി. ഇനി ഡോക്ടർമാർക്ക് എന്താണെന്ന് അറിയാം. കാരണം ഡോക്ടർമാർക്ക് ഡോക്ടർമാരാ ഭ്രമയുഗത്തിൽ